ജിമ്മിലൊരു തടിച്ചിയും തടിയനും കൂടി പണ്ട് എന്നെ കാണാനിരുന്ന പോലെ രണ്ടുപേരും കൂടി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെയും കുറിച്ചും പിന്നെ ഏതാണ്ടോ ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് പേലിയോ ഡയറ്റ് ഓർ സംതിങ് ഫിഷ് കഴിച്ച് ഡയറ്റ് നോക്കുന്നതൊക്കെ ഇറ്റ്സ് ഓൾ ജസ്റ്റ് ക്രാപ്പ്. ഇപ്പം ഞാൻ 90 കിലോ ഉണ്ട്. 90 കിലോയെ തന്നെ ഇരിക്കാനായിട്ട് ഞാൻ എത്ര കാലറി കഴിക്കുന്നു എന്ന് ഇപ്പോൾ ട്രാക്ക് ചെയ്യണം. 3000 കാലറിയും നമുക്ക് വയ്ക്കാം. സോ എനിക്കിപ്പോൾ 95 kg അല്ലെങ്കിൽ ഇനിയും വെയിറ്റ് കൂടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഡെയിലി ഇനി ഒരു 500 കാലറിയും കൂടി കഴിക്കണം. അപ്പോൾ ടോട്ടലി 3500 കാലറി വെച്ച് ഡെയിലി കഴിച്ചാൽ ഞാൻ 95 പെട്ടെന്ന് എത്തും. അതേപോലെ ഞാൻ ഇപ്പോൾ 90 കിലോയിൽ നിന്ന് 85 കിലോ 85 ആകണം. അത് ഞാൻ എന്ത് ചെയ്യണം? 500 കാലറി കുറച്ച് ദിവസം കഴിച്ചാൽ മതി, 85 എത്തും. അത്രയേ ഉള്ളൂ. ഈ നോളജ് എനിക്കും ഇല്ലാതെ ഞാൻ പല വർഷമായിട്ട് കഷ്ടപ്പെട്ട് മെയിൻ്റനൻസ് കാലറി എന്തുവാ, ഡെഫിസിറ്റ് എന്തുവാ, 500 കാലറി കുറയുന്നു. 90 കിലോ മെയിൻറ്റെയിൻ ചെയ്യാൻ എൻ്റെ ബോഡിക്ക് ഞാൻ ഫ്യൂവൽ കൊടുക്കാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ബോഡിക്ക് ഫ്യൂവൽ കിട്ടാത്തതുകൊണ്ട് അത് ഞാൻ കഴിക്കുന്ന കാലറിയുടെ അളവിനുള്ള ദേഹത്തിനെ അത് തന്നെ കൊണ്ടുവരും. എടാ, നീ കഴിക്കുന്ന ആഹാരം 85 കിലോയ്ക്കേ ഉള്ളൂ, ഞാൻ നിൻ്റെ ബോഡി 85 കിലോ ആക്കുന്നു എന്ന് ബോഡി തന്നെത്താൻ കുറയ്ക്കും. ഈ സിമ്പിൾ കോൺസെപ്റ്റ് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എൻ്റെ പഴയ വേർഷനായ ഞാൻ അതേപോലത്തെ തടീനും തടിച്ചിയും ഇപ്പോൾ ഫാസ്റ്റിങ്ങും വെയിറ്റ് ലോസ് സപ്ലിമെൻറ്റും അങ്ങനെയൊക്കെ എടുത്ത് കാർഡിയോ ചെയ്യുകയും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയും ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചെടുക്കാൻ തന്നെ നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും അത് പഠിച്ചെടുത്ത് നമ്മുടെ ജീവിത പ്രവൃത്തിയിൽ കാണിക്കാൻ തന്നെ ഇറ്റ് വിൽ ടേക്ക് കപ്പിൾ ഓഫ് മന്ത്സ് ഓർ ഇയേഴ്സ്. എനിക്ക് അങ്ങനെ സംഭവിച്ചത്.